ഖമനേയി പറയുകയാണ്, അല്ലെങ്കിൽ ഇറാൻ പറയുകയാണ്, ഖമനേയി ഇനി ട്രോളിയാൽ ഇസ്രായേലിന് ഉണ്ടാകില്ല, അത് ഭൂപടത്തിൽ മാത്രമായി ഒതുങ്ങും. അതായത് ഇറാനെ ഇനി തൊടാൻ പാടില്ല, തൊട്ടാൽ ഈ കരാറൊക്കെ ഞങ്ങളങ്ങ് വലിച്ചു കീറി കളയും, എന്നിട്ട് ഞങ്ങളങ്ങ് കച്ച കെട്ടി ഇറങ്ങും, പിന്നെ ഇസ്രായേലിന്റെ നെഞ്ചത്ത് ഞങ്ങളുടെ ഓരോ മിസൈലുകൾ പതിക്കും. നീ തള്ളി നിർത്താറായില്ലേ ഇറാന്? അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് നടത്തിയിരുന്നു. അതായത് ട്രംപ് ഇടപെട്ടാണ് മറ്റേ ഖമനേയിയുടെ വധം ഒഴിവാക്കിയത്. അപ്പം ട്രംപ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഖമനേയിക്ക് വളരെ നാണം കെട്ട വൃത്തികെട്ട ഒരു മരണം, അറപ്പുളവാകുന്ന രീതിയിലുള്ളൊരു മരണം ഉണ്ടായേനെ എന്നാണ് ട്രംപ് പറയുന്നത്. കാരണം ഖമനേയി എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു. ഒന്നെങ്കിൽ ഇസ്രായേൽ സേനയോ അല്ലെങ്കിൽ അമേരിക്കൻ സേനയോ അദ്ദേഹത്തെ വധിച്ചേനെ. അങ്ങനെ വധിച്ചിരുന്നെങ്കിൽ വളരെ നാണം കെട്ട വൃത്തികെട്ട രീതിയിൽ ആ മൃതദേഹം കിടക്കുന്ന കാണേണ്ടി വന്നേനെ എന്നാണ് ട്രംപ് പറയുന്നത്. പിന്നെ ട്രംപ് പറയുന്നു, ഞാൻ ഇവർക്കെതിരെയുള്ള ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു. എന്നാൽ തൽക്കാലം ഇപ്പോൾ അത് വേണ്ട. ഇവരെ ചർച്ചകൾക്ക്, അതായത് ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എത്തിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാനം. അതുകൊണ്ട് ഇപ്പോൾ ഉപരോധങ്ങൾ പിൻവലിക്കുന്ന പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. ഇവർ ഇനി ചർച്ചയ്ക്ക് വരട്ടെ, സമാധാനപരമായി കാര്യങ്ങൾ പോട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ വൃത്തികെട്ട രീതിയിൽ അറപ്പുളവാകുന്ന രീതിയിൽ ഖമനേയി മരിച്ചു കിടക്കും എന്ന് പറഞ്ഞത് ഇറാന് കയറിയങ്ങ് കൊണ്ടു. ഇറാൻ പ്രതിരോധ മന്ത്രി അറാഖ് ബാഗ്ചി, അയാളും ഇതേപോലെ ഒരു ട്രംപിന് മാത്രമല്ലല്ലോ എക്സ് അക്കൗണ്ട് ട്വിറ്റർ, അയാളും അയാളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പറഞ്ഞു, അതായത് ഈ പറയുന്ന വൃത്തികെട്ട ഭാഷ അല്ലെങ്കിൽ അറപ്പുളവാകുന്ന തരത്തിലുള്ള ഭാഷ ട്രംപ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. നമ്മുടെ അയത്തുള്ള അൽ ഖമനേയിയെ, അയാളെ ആദരവോടെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഖമനേയിയെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ ഖമനേയിയുടെ അനുയായികളുടെ വികാരത്തെ മാനിക്കണം. അയാൾ ആധ്യാത്മിക നേതാവൊക്കെയാണല്ലോ. ഇതാണ് നമ്മുടെ ഇറാൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ അവരൊരു വലിയൊരു പ്രസ്താവനയും കൂടി നടത്തിയിട്ടുണ്ട്. അതായത് ഇസ്രയേൽ അവർ ഇറാനെ ഭയപ്പെട്ടു, ഇറാൻ്റെ കരുത്തുറ്റ ജനതയെ, ഇവിടുത്തെ സൈന്യത്തെ ഭയപ്പെട്ടു. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭയപ്പെട്ടു? നമ്മുടെ മിസൈലുകൾ അവിടെ വലിയ രീതിയിലുള്ള നാശം വിതയ്ക്കുമെന്നുള്ള ഭീതി ഇസ്രയേലിനുണ്ടായിരുന്നു. അങ്ങനെ അവർ അമേരിക്കയിലോട്ട് കരഞ്ഞു വിളിച്ചു കൊണ്ടുപോയി. കുഞ്ഞുങ്ങൾ അച്ഛനെ ഡാഡി എന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ട് ഓടൂല്ലേ, അങ്ങനെ ഡാഡി എന്നും വിളിച്ചോണ്ട് ഓടി ഇസ്രയേൽ അമേരിക്കയിലെടുത്തോട്ട് എന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രതിരോധ മന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ ചില ഇന്റലിജൻസ് വിവരങ്ങൾ വന്നിരുന്നു, ചില വാർത്തകൾ വന്നിരുന്നു. ഇറാൻ യുദ്ധം വെടിനിർത്തലിന് വേണ്ടിയിട്ട്, ഇസ്രയേൽ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇസ്രയേൽ നിർബന്ധിതരായി. അതിന് കാരണം ഇറാൻ ഇതുവരെ ഏതാണ്ട് 500 ശിഷ്ടം ബാലിസ്റ്റിക് മിസൈൽ മാത്രമാണ് ഇസ്രയേലിലേക്ക് അയച്ചത്. അതിൽ ഏതാണ്ട് കുറേയൊക്കെ ഇസ്രയേലിന് തടുക്കാൻ പറ്റി, കുറേയൊക്കെ അവിടെ വീണ് പൊട്ടി വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ 2-3 ഇരട്ടി മിസൈലുകൾ ഇറാൻ്റെ കയ്യിൽ ഇനിയും സ്റ്റോക്കുണ്ട്. അത് ചിലത് ഈ ക്ലസ്റ്റർ മിസൈലുകളാണ്. അതായത് വരുമ്പോൾ ഒന്നേ കാണുള്ളൂ, പൊട്ടുമ്പോൾ 10ഉം 20ഉം ആയിട്ട് ചെറിയ ചെറിയ മിസൈലുകളായിട്ട് മാറും. അത്തരത്തിലുള്ള ക്ലസ്റ്റർ മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടതല്ല, ഇതിനേക്കാളും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. ഇതുകൊണ്ട് ഇസ്രയേൽ വെടിനിർത്തലിന് നിർബന്ധിതമായി എന്നാണ് വാർത്തകൾ വന്നത്. അപ്പോൾ അതിൻ്റെ ആ വാർത്തകൾ കൂടി മുൻനിർത്തിയാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം. കാര്യം ഇറാൻ്റെ മിസൈലുകളെ ഇസ്രയേൽ ഭയപ്പെട്ടു, അങ്ങനെ അവർ അമേരിക്കയിലോട്ട് കരഞ്ഞുകൊണ്ട് ഓടി, ട്രംപിൻ്റെ അടുത്തേക്ക് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടിയെന്നാണ് ഇറാൻ പറയുന്നത്. ഏതായാലും ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാൻ 3 ബാലിസ്റ്റിക് മിസൈൽ കൂടി അയച്ചു. അതിനുശേഷം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴും വരുന്ന വാർത്തകൾ പ്രകാരം ഈ പറയുന്ന വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ ബലഹീനമായ രീതിയിൽ തന്നെയാണുള്ളത്. അതൊരു സ്ട്രോങ് ആയിട്ടില്ല. എപ്പോൾ വേണേലും 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇനിയും ആരംഭിക്കാം. ആ രീതിയിൽ 2 രാജ്യത്തും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും അവരുടെ സൈനിക ആ ഒരു ലെവല്, അതായത് സൈനിക സന്നാഹങ്ങൾ 2 രാജ്യങ്ങളും ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാം എന്ന നിലയിലാണ് വരുന്നത്. ഇപ്പം നിലവിൽ ഇപ്പോൾ ചർച്ചകൾക്ക് ഉള്ള സമയമാണെന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തി, വരുന്ന ആഴ്ച ഈ പറയുന്ന ഇറാനുമായിട്ട് ആണവ നിർവ്യാപന കരാർ സംബന്ധിച്ച് ചർച്ചയുണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇറാൻ ഇപ്പോൾ പറയുന്നു അങ്ങനെ ഒരു ചർച്ചയും ഇല്ല.
അങ്ങനെ ഒരു ചർച്ചയ്ക്കും തങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ചർച്ച ഉണ്ടെങ്കിൽ തന്നെ തൽക്കാലം അതിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനമായിട്ടില്ല. എന്തുകൊണ്ട് ഇറാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ വന്നാൽ അവർക്ക് 300 കിലോയിൽ കൂടുതൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ സാധിക്കില്ല. എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർക്ക് ഈ 300 അല്ല, അതിൻ്റെ 3-4 ഇരട്ടി യുറേനിയം ഇതിനോടകം തന്നെ അവർ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ്. എന്നാൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് അവർ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നുണ്ട്, ആയുധത്തിന് വേണ്ടിയിട്ട് ആറ്റോമിക് അതായത് ആണവ ആയുധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് രഹസ്യ വിവരങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കരാറ് അതിലെ കർശന വ്യവസ്ഥകളോട് നീതി പുലർത്താൻ ഇറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുമാത്രമല്ല, ഇറാൻ്റെ പ്രഖ്യാപിത നിലപാടെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ അവർക്ക് യുറേനിയം സമ്പുഷ്ടീകരിച്ച് അവരുടെ നാടിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. ബാഹ്യശക്തികൾ അതിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്ന പരമാധികാരം ഇറാൻ സർക്കാരിനാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് അവർ ഈ പറയുന്ന കർശന വ്യവസ്ഥകളോട് സഹകരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഉപാധികളോട് അല്ലെങ്കിൽ നിർദ്ദേശത്തോട് ഇപ്പോൾ അനുകൂലമായി പ്രതികരിക്കാത്തത്. ചർച്ചയുണ്ട്. കഴിഞ്ഞ 15-ാം തീയതി ജൂലൈ 15-ന് ഒരു ചർച്ച ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച വെച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇസ്രയേൽ അവിടെ ആക്രമണം തുടങ്ങിയതുകൊണ്ട് ഈ ആക്രമണത്തിന് പരിഹാരം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ ഇനി ചർച്ചയ്ക്കില്ല എന്നാണ് ഇറാൻ അന്നെടുത്ത നിലപാട്. എന്നാൽ ഇപ്പോൾ യുദ്ധം കഴിഞ്ഞു, രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിൽ അല്ലെങ്കിൽ അതൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സംഘർഷ അന്തരീക്ഷമില്ല. അപ്പോൾ സ്വാഭാവികമായും ചർച്ചകൾക്ക് വരേണ്ടതാണ്. എന്നാൽ ഇറാൻ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ചകളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല. ഇനി ചർച്ചയിൽ വന്നാൽ തന്നെ, ചർച്ചയ്ക്ക് അവർ തയ്യാറാണെങ്കിൽ തന്നെയും അവർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാണ് അവരൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ 4 തവണയും ചർച്ച, 4ാമത്തെ തവണ ചർച്ച നടന്നില്ല, 3 തവണയും ചർച്ച പരാജയപ്പെട്ടത്. അപ്പോൾ ഇനി ചർച്ച ഉണ്ടായാൽ തന്നെയും അവരുടെ ഈ കരാർ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിൽ ഇറാൻ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി അമേരിക്ക ഇപ്പോൾ സ്വാഭാവികമായും അവിടെ വലിയൊരു ആക്രമണം നടത്തിയ സ്ഥിതിക്ക് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനാണ് സാധ്യത. അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ ഇറാൻ സ്വാഭാവികമായും അവരുടെ നിലപാടുകളിൽ ചില ഇളവുകൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് എത്രത്തോളമാണ് എന്നുള്ളത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ. ഇനി അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ നിർത്തിയ വെടിനിർത്തൽ കരാർ തന്നെ സ്വാഭാവികമായും അത് അസ്ഥാനത്താകും. മറ്റൊരു സംഘർഷം തുടങ്ങാനും സാധ്യതയുണ്ട്.